അല്ലാഹു അക്ബർ. അടുത്തതായി ഈ മഹത്തായ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി എടയാറ്റൂർ ഇസ്ലാമിക് കൗൺസിലിന്റെ ബഹുമാന്യനായ പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹാബിഹി അഹ്ലിസ് സിദ്ഖി വൽ വഫ. സമാദരണീയരായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, കുവൈത്ത് കേരള സുന്നി മുസ്ലിം കൗൺസിലിന്റെ ബഹുമാന്യരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം മുസ്ലിയാർ, ഈ മഹത്തായ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനും മുസ്ലിം കേരളത്തിന്റെ ആധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജമഈയത്തുൽ ഉലമയുടെ സമാദരണീയരായ പ്രസിഡന്റുമായ ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ്, നമ്മുടെ പ്രിയങ്കരനായ അതിഥിയും ഇന്നലെ ഇവിടുത്തെ ഉദ്ഘാടനം, ഇന്നത്തെ ഇവിടുത്തെ സോവനീറിന്റെ പ്രകാശനവും ഒക്കെ നിർവഹിച്ചു തന്ന പാണക്കാടിന്റെ സുഹൃതവും കേരളത്തിന്റെ വസന്തവുമായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഇവിടെ നമ്മോട് പ്രഭാഷണം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി, മറ്റു സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കുവൈത്ത് കേരള സുന്നി മുസ്ലിം കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അൽ മഹബ്ബ എന്ന പേരിൽ വളരെ ബൃഹത്തായ രീതിയിൽ നടത്തിവരുന്ന ഈ പരിപാടി തികച്ചും ശ്ലാഘനീയവും അതിലേറെ പ്രോത്സാഹന ജനകവുമാണ്. പ്രത്യേകിച്ച് സ്നേഹം സമൂഹത്തിൽ നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്നും താങ്ങും തണലുമായി നിന്നിട്ടുള്ള സമസ്ത കേരള ജമഈയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ സമസ്തയുടെ പോഷക ഘടകങ്ങളുടെയൊക്കെ ലക്ഷ്യവും താൽപര്യവും. അതിൽ 15 വർഷമായി കുവൈത്തിന്റെ പ്രവാസ ഭൂമികയിൽ നിരന്തരമായി അത്തരത്തിലുള്ള സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ ആധികാരിക പോഷക ഘടകമാണ് കുവൈത്ത് കേരള സുന്നി മുസ്ലിം കൗൺസിൽ. 15 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട ആ സംഘടന നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ പിൽക്കാലത്ത് കുവൈത്തിലുണ്ടായ ചില സംഘടനാപരമായ സ്വാരസ്യങ്ങൾ കാരണം ഒന്നിലധികം സംഘടനകളായി ഇവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഐക്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഉള്ളിൽ തട്ടി പറയാൻ സാധിക്കാറില്ലായിരുന്നു. ഇന്ന് നമുക്ക് ആത്മാർത്ഥമായി അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും, കുവൈത്ത് കേരള സുന്നി മുസ്ലിം കൗൺസിലും കുവൈത്ത് ഇസ്ലാമിക് സെന്ററും രണ്ട് സഹോദര സംഘടനകളായി ഇവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിലും കുവൈത്തിന്റെ മണ്ണിൽ നാട്ടിലെ ചുറ്റുപാടല്ലാത്തതുകൊണ്ട് ഒരു സംഘടനക്ക് പ്രവർത്തിക്കുകയായിരിക്കും കൂടുതൽ മെച്ചം എന്നതുകൊണ്ട് മഹാന്മാരായ നേതാക്കന്മാരുടെ നിർദ്ദേശവും നിരന്തരമുള്ള പ്രാർത്ഥനയുമൊക്കെ ലഭിച്ചതിന്റെ ഫലമായി അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടി 2015 ജനുവരി മാസത്തോടുകൂടി ഈ സംഘടന കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ എന്ന പേരിൽ ഒന്നായി പ്രവർത്തിക്കാൻ തീരുമാനിച്ച വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. അതിന്റെ താൽക്കാലികമായി രൂപീകരിക്കപ്പെട്ട ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് എന്ന നിലക്കാണ് ഈ വിനീതൻ ഇപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. ദീർഘമായ പ്രഭാഷണത്തിന് ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യദീനിനു വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി സമസ്ത കേരള ജമഈയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തന ഗോതയിൽ 1000 മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചുവരാൻ, മുന്നോട്ടു പോകാൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാവിധ കഴിവുകളും നൽകി കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ എന്ന സംഘടനയെ തുണക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും അതിനുണ്ടായിരിക്കണമെന്ന് വിനീതമായ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് കുവൈത്ത് കേരള സുന്നി മുസ്ലിം കൗൺസിലിന്റെ അൽ മഹബ്ബ എന്ന ഈ പ്രോഗ്രാമിന് കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിലിന്റെ എല്ലാവിധ ആശീർവാദവും എല്ലാവിധ അനുഗ്രഹാശിസുകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവിക്ക് വേണ്ടി സദസ്സൊഴിഞ്ഞു കൊടുക്കുകയാണ്. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.